ഒന്നും പറയല്ല, പൊളി മൂട്. ഹല ഹല വല്ല അസ്സലാമു അലൈക്കും. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ തായിഫിൽ നിന്നും എൻ്റെ പ്രിയ കൂട്ടുകാരായ ഷെരീഫ് ക, മുഹമ്മലിയക്ക, ബാവ, കുട്ടി, റഫീഖ്, അസി ആൻഡ് ഫാമിലി, അംസാൻ ഫാമിലി, ഇവരെല്ലാവരെയും കൂട്ടി ഞങ്ങൾ തായിഫിൽ നിന്നും അൽബഹിലേക്കുള്ളൊരു യാത്ര, ഒരു സിയാറത്ത് ടൂറായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞങ്ങൾ കണ്ടതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് കാണാമല്ലേ എന്തൊക്കെയാണ് നമ്മുടെ യാത്രയിലൂടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഏകദേശം 120 കിലോമീറ്റർ പോയതിനു ശേഷം ബനു മാലിക് എന്ന സ്ഥലത്ത് ഞങ്ങൾ എത്തിപ്പെട്ടു. അവിടെയുള്ള കാഴ്ചകളാണ് ഇനി നമുക്ക് കാണുന്നത്. ഇതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങളൊക്കെ നമ്മുടെ ഷെരീഫ് ഭായി നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അസ്സലാമു അലൈക്കും. ഇത് പഴയ കാലത്തെ ഒരു കോട്ടയാണ്. ആ കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതൊരു പള്ളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത് പള്ളിയാണ്. ഇത് മയ്യത്ത് കെട്ടിലാണ് പഴയ കാലത്തിലെ. മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇത്. മക്സല എന്ന് പറയും. അങ്ങനെ നിലനിർത്തിയിരുന്നതാണ്. ഇത് മയ്യത്ത് കുളിപ്പിക്കണ മക്സല എന്നുള്ള സ്ഥലത്ത്. ഇത് പള്ളി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പഴയ കാല പൗരാണിക മസ്ജിദ്. അതിന്റെ മെമ്പറൊക്കെ നീ സാറേ, ഇന്നിവിടെ നിസ്കാരങ്ങൾ നടക്കുന്നുണ്ട്. മുകളിൽ കാണിച്ചു സാറേ. ഒക്കെ അന്നത്തെ കാലത്ത് മരങ്ങളാല് ഉണ്ടാക്കിയ തട്ട്, അതിന്റെ തൂണൊക്കെ മരങ്ങള്, മുകളില് പനട ഓലകള് വെച്ചിട്ടൊക്കെ വേൽക്കൂരയൊക്കെ പണിതിട്ടുള്ളത്. ചുറ്റുപാടം കല്ലുകൊണ്ട് പണിതീർത്ത ചുമര്. മാഷാ അല്ലാ, ഇപ്പോഴും അതേ പ്രൗഢിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. നിസ്കാരങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഏത് അത് പഴയ കാലത്ത്. ഇത് മയ്യത്തുകൾ കൊടുന്ന് കടത്തുന്നത്, കുളിപ്പിക്കുന്ന സ്ഥലം. മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലം. മക്സല അറിയില്ല. ഇപ്പൊ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് കുളിപ്പിക്കുക, പള്ളിയിൽ നിന്ന് നിസ്കരിക്കുക, മറവടം കൊണ്ടുപോകുക. അത്രയും ഒരു ഇതാണ് പണ്ടത്തെ കാലത്തില്. ഇത് ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ചെതലും ഇതൊന്നും പിടിച്ചാത്തൊരു സാധനം. ഇതുകൊണ്ട് സ്ത്രീകളെ, ഇനി സാറേ, ഈ സ്ത്രീകളെ മയ്യത്തിന്റെ മുകളിൽ ഇതാണല്ലോ വെക്കലേ. അതാണ് ഇന്ന് മയ്യത്ത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. മയ്യത്ത് കുറെ മയ്യത്തുകൾ പള്ളിക്കൊന്ന് കൊണ്ടുപോകുമ്പോ സ്ത്രീകളെ സെൻട്രലായിട്ട് ഇങ്ങനെ ഒരു ഇത് വെക്കും. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പക്കത്തും ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ്. പെണ്ണുങ്ങൾ അറിയാൻ ഇത്തരം ഒരു സാധനം സെൻട്രലിൽ വെക്കും. അതിന്റെ മുകളില് പിന്നെ ആ വിരിപ്പിട്ടിട്ടാണ് കൊണ്ടുപോകല്. അപ്പൊ സ്ത്രീകളെന്താണ് പുരുഷന്മാരിതാന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു ഇതാണത്. രണ്ട് തലക്കും കല്ലുണ്ടാവില്ല. പിന്നെ ഒരു ആണുങ്ങൾക്ക് മാത്രം ഉണ്ടായാലും പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഏതായാലും ഞങ്ങളെ ജലീലിൻ്റെ നേതൃത്വത്തിൽ കോട്ടൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിന് ഞങ്ങൾ രണ്ട് ഭാഗത്തും മതിലുകൾ പറഞ്ഞത് അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ വീട്, മറ്റേ റൂമുകളും കാര്യങ്ങളൊക്കെ കേട്ടോ. അതിൻ്റെ ഗ്യാപ്പിലൂടെ നമ്മൾ പോകുന്നത്. ആ പോകുന്ന ഭാഗത്ത് ചെറിയ കിളിവാതിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. കണ്ടില്ല, ആ ചെറിയ കുട്ടി വാതിൽ. അപ്പോൾ അതൊരു ബെഡ്റൂമായിരിക്കാം അന്നത്തെ കാലത്ത്. അപ്പോൾ ജെനിയും ഇത് വീഡിയോ എടുക്കുന്നുണ്ട്. ബാക്കിൽ റഫീഖ്, അതിൻ്റെ നേരെ ബാക്കിൽ ബാവ. എവിടെ പോവാണെങ്കിൽ നമ്മളെ നാട്ടിലത്തെ മറ്റേ കാളോട്ടും കണ്ടത്തേക്ക് പോകണമുള്ള പോവുക. ഒരു ചോന്ന മുണ്ടും അതിൻ്റെ അടുത്തുണ്ടാവും. പിന്നെ അതിൻ്റെ ബാക്കിൽ ഓരോരുത്തർ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ അടുത്ത ഭാഗത്ത് കാണാണ്ടില്ലേ, ഇത് അന്ധകാലത്തിലെ പോലെ എന്താ പറയുക, ഇസ്ത്രായാണ്. ഒരുപാട് സ്ഥലമുണ്ട്. അതിൻ്റെ ഉള്ളിലെ കണ്ടിങ്ങൾ
ഫുള്ള് മരം പാക്കിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ കയറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഏറ്റവും മുകളിലേക്ക്, ഈ കോട്ടയുടെ മുകളിലേക്ക്. ഓരോ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയും വലിയ വലിയ കല്ലുകൾ ഇങ്ങനെ സിമെൻ്റ് ഇല്ലാതെ അടുക്കി വെച്ചാണ്. അതാണ് ബാബു പറഞ്ഞതിനിപ്പോൾ ഇതൊക്കെ കണ്ടില്ലാന്ന് വെച്ചത് അത്ഭുതത്തോടെ. ഈ കോട്ട എപ്പോഴും വലിയ രീതിയിലൊന്നും നശിച്ചിട്ടില്ല. ഇപ്പോഴും സൗദി അറേബ്യയിൽ തായിഫിൽ വരുന്ന ആളുകൾക്ക് ഏകദേശം ഒരു 100-150 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ബനു സാദ്, ബനു മാലിക് ഈ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ ഈ കോട്ട കാണാം. ഏകദേശം നമ്മളെപ്പോലെ വലിയ ആളുകൾക്കൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് സുഖമായിട്ട് കയറി പോകട്ടോ. തല തട്ടൊന്നുമില്ല, ശ്രദ്ധിക്കണം, തട്ടിക്കഴിഞ്ഞാൽ തല പൊട്ടും. ഏതാണ് ഞാൻ തന്നെ മുമ്പൊക്കെ കയറി പോകണം. അപ്പോൾ ബാക്കിൽ നിന്ന് ആരോ വീഡിയോ എടുത്ത് തരുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. ഇത്രയും ഒരു മലൻ്റെ മുകൾക്കാണ്. ആ മലൻ്റെ മുകൾക്ക് നമ്മളങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം 1, 2, 3 യാത്രയിലായിരിക്കും ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഹംസൻ്റെ കുട്ടീനെയും കൊണ്ടാണ് ഇപ്പോൾ ഈ വരുന്നത്. റഷീദ് അവൾക്ക് വൈകിക്കണ പാവം. ഏതാനും ഈ കല്ലിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചാടിക്കയറി നമ്മൾ പോകണം. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എന്നുള്ള വ്യൂ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഞങ്ങൾ ഒരു 3/4 ഭാഗം കവർ ചെയ്തു. ഇനി കുറച്ചുകൂടി കയറാണ്ടെന്നുള്ള എല്ലാവരും കുഴങ്ങിയിരിക്കണം. കാരണം മലയാറല്ലേ, ആർക്കും നടന്ന് ശീലമല്ലല്ലോ. അങ്ങനെ അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാം. എല്ലായിടത്തും ആകെ പൊളിഞ്ഞാടിയൊക്കെ തീർക്കാണ്. റഫീഖ് എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ്റെ അഭിപ്രായം. ജലീലിൻ്റെ അഭിപ്രായം. ജലി പിന്നെ എന്താ വെച്ചാൽ ശാസ്ത്രജ്ഞനാണുള്ള കൂട്ടത്തിൽ. എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജലീലിനോട് ചോദിച്ചാൽ മതി. ഈ ആൾക്കാരൊക്കെ നമ്മളൊപ്പം വരുന്ന ആൾക്കാരാട്ടോ. കണ്ടമാനുണ്ട്. ഞങ്ങൾ ഒരു 10-15 ആൾക്കാരാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് പോന്നിട്ടുള്ളത്. അപ്പോൾ ഈ കാഴ്ചയൊക്കെ നമുക്ക് കാണാം. അന്ധകാലത്തുള്ള ഓരോ സംഭവങ്ങളും നിങ്ങളുമായിട്ട് കാണിച്ചു തരിക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. കണ്ട് ഞങ്ങൾ വലിയൊരു മരം ഈ പാറിൻ്റെ മുകളിൽ വെച്ചു. അതിൻ്റെ മുകളിൽ ലിൻറ്റലാണ് കൊണ്ടത്. അതിൻ്റെ മുകളിൽ മണ്ണും അതൊക്കെ ഇട്ടാണ് മൂടിയിരിക്കണത്. എന്തല്ലേ അന്ധകാലത്തിലെ ആളുകൾ ഓരോ കലാസൃഷ്ടി. തിരക്ക് വരുന്നുണ്ട്. ഇത് തായിഫിൽ ബനിസാദ് ഹലീമാവിയുടെ വീടും സ്ഥലമൊക്കെ അല്ല. അവിടുന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ വന്ന ബനിസാദ് സിറ്റിയുടെ അടുത്തുള്ള ഒരു പുരാതന കോട്ടയാണ്. നൂറ്റാണ്ടുകൾ പഴക്കല്ലേ, പഴയ ഒരു കോട്ട. നടന്നാലും തീരാത്ത വളരെ അത്ഭുതകരമായ രൂപത്തിൽ പണി കഴിപ്പിച്ച ഒരു കല്ലുകളാലും മേൽക്കൂരൊക്കെ മരങ്ങളാലും നിർമ്മിക്കപ്പെട്ട ഒരു പുരാതന കോട്ട. മാഷാ അല്ലാഹ്. ഇന്നും നൂറ്റാണ്ടുകൾക്ക് ശേഷം അതേ പ്രൗഢിയോടെ നമ്മളൊക്കെ കൗതുകം ഉണർത്തുന്ന രൂപത്തിൽ ഇത് നിലനിന്ന് പോകുന്നുണ്ട്. എത്ര കണ്ടാലും മതി വരാത്തൊരു വൈബില്ല, പ്രത്യേകമല്ല ഒരു സ്ഥലമാണ്. അന്ന് കാലത്ത് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇന്നില്ല ശാസ്ത്രജ്ഞന്മാരൊക്കെ വെല്ലുന്ന രൂപത്തിൽ അത് എഞ്ചിനീയറിംഗ് വർക്കൊക്കെ വളരെ അണ്ടർഗ്രൗണ്ട് ഉണ്ട് നിസാറേ. ഏക്കറക്കണക്കിന് സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യണത്. അത് നമുക്ക് ഒരു ഭാഗത്ത് നിന്നാൽ മാത്രം നമുക്ക് കണ്ടു തീർക്കാൻ കഴിയാത്ത രൂപത്തിലല്ലേ പക്ഷേ അത് വലിയൊരു എഞ്ചിനീയർ വർക്ക് തന്നെയാണ് പഴയ കാലത്തുള്ളത്. അത് കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ളതും അതിൽ സിമെന്റോ മറ്റിലൊന്നും കൂട്ടാതെ വെറും കല്ലുകളെ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു കോട്ട. അങ്ങനെ അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. അങ്ങനെ അത് കണ്ടതിന് ശേഷം ഞങ്ങളുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ഇനി എവിടേക്കാണെന്നുള്ളത് നമുക്ക് അവിടെ എത്തിയതിന് ശേഷം കാണാം. പോകുമ്പോൾ ഇതുപോലുള്ള ഓരോ സ്തൂപങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. എവിടെ നോക്കിയാലും മല, എന്നാൽ വീടുകളോ കാര്യങ്ങളോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അവിടെ കാണാനില്ല. ഏകദേശം നമ്മളെ സ്ഥലത്ത് ഇനി ഇത് തായിഫിൻ്റെ നേരത്തെ സൂചിപ്പിച്ച പോലെ ബനിസാദിന്ന് ഉള്ളൊരു സ്ഥലം തന്നെയാണിത്. ഇവിടെ അടുത്തൊരു കോട്ടയിലേക്കാണ്, പുരാതന ഒരു കോട്ട നേരത്തെ കാണിച്ചു. അതുകൂടാതെ വേറൊരു കോട്ടയിലേക്കാണ്. ഈ കാണുന്ന താഴ്വാരം മൊത്തം
ഫ്രൂട്ട്സുകളെ കൊണ്ട് ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമല്ലാത്തതുകൊണ്ട് ഉണങ്ങി കിടക്കണം. ഈ കാണുന്ന താഴ്വാരയിൽ കൂടെ എപ്പോഴും നീരൊഴുക്കും വെള്ളവും നമ്മുടെ നാട്ടിലത്തെ പുഴ മാതിരി ഇങ്ങനെ ഒഴുകി പോകുന്നൊരു സ്ഥലമാണ്. ഇവിടെയാണ് മുന്തിരിത്തോട്ടങ്ങൾ, അത്തിപ്പഴം, റുമാൻ, അങ്ങനെയുള്ള പല വിഭവങ്ങളുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ കുറച്ചായിട്ട് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. വെള്ളം കുറഞ്ഞതുകൊണ്ട് കൃഷികളും കുറവാണ്. ചില സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ കോട്ടയുടെ അവിടുന്ന് താഴേക്ക് നോക്കിയിട്ടുണ്ട്. താഴ്വാരത്ത് നമ്മളൊക്കെ വയനാട് മൂന്നാറൊക്കെ പോയമാരിൻ്റെ ഒരു പ്രത്യേക പ്രകൃതി സൗന്ദര്യം കൂടി ഉള്ളൊരു സ്ഥലമാണിത്. മാഷാ അല്ലാ, എത്ര കണ്ടാലും ചൂടുമില്ല. വെയിലുണ്ടെങ്കിൽ തണുത്ത കാറ്റാണ് ഇവിടെ എപ്പോഴും ഉണ്ടാകുക. നമ്മൾ AC നിന്ന് വരുന്ന മാതിരി തണുത്ത കാറ്റാണ്. അത്രയൊരു പ്രകൃതി രമണീയമായ സ്ഥലം, ശാന്ത സുന്ദരമായൊരു സ്ഥലം. അങ്ങനെ ഷിഹാബാക്ക, ഷെരീഫാക്ക, ഞാനും ബാക്കിയുള്ളവരൊക്കെ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട്. ആ കാണുന്ന കോട്ടയൂണി കാണാൻ വെച്ചിട്ട് അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതും വളരെ പഴക്കം ചെന്നൊരു കോട്ടയാണ്. അതിൻ്റെ മുൻഭാഗത്തുള്ള വാച്ച് ടവറാണ് നമ്മളാ കാണുന്നത് കേട്ടോ. എവിടെ നോക്കിയാലും നേരത്തെ പറഞ്ഞ മലയും കാര്യങ്ങളും മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഏകദേശം നമ്മൾ ആ വാച്ച് ടവറിൻ്റെ അടുത്തെത്തി. അവിടെ ഒരു ബോർഡ് എഴുതിയിട്ടുണ്ട്. ഈ കോട്ടയെ പറ്റിയുള്ള കാര്യങ്ങൾ, വിശദ വിവരണങ്ങളൊക്കെ അതിലുണ്ട്. ഈ കോട്ടൻ്റെ പേരാണ് എന്താണ്, ഐരിയത്തുൽ അൽക്കലാതെ, എന്താ വായിക്കാൻ സംശയമുണ്ട്. ഏതാ നിങ്ങൾ വായിച്ചു നോക്കി. ഇതിനെ പറ്റി വളരെ വ്യക്തമായിട്ടും ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്നില്ല ആളുകൾ തായിഫിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ പോയാൽ ബനു സായിദ് എന്ന സ്ഥലത്താണ് ഈ കോട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ കാണാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് കോട്ടകളൊക്കെ ഉണ്ടാവും. അതുപോലെയുള്ള മറ്റു വ്യത്യസ്തമായൊരു കോട്ടയാണ് ഈ കാണുന്നത്. ആ താഴെ കാണുന്നൊക്കെ കൃഷിയിടങ്ങളും അതുപോലെ ഓരോ ആളുകളുടെ വീടുകളാട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ ഈ കോട്ടൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ആ കോട്ടയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മയമാലാക്കും വൈഫും അസിയൊക്കെ അവിടെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഞാനും ഈ പാറൊക്കെ കുത്തിപ്പിടിച്ച് കയറി. എൻ്റെ മുന്നിലൂടെ ഷെരീഫാക്കിയും മയമാലാക്കിയും ആസിഫിലെല്ലാവരും പോയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കയറിയ കോട്ടയിലെ അടിയിൽ നിന്നും മുകളിലേക്ക് കയറിയിരുന്നു. ഈ കോട്ടയിൽ നിന്ന് മുകളിൽ നിന്നും താഴോട്ട് നമ്മൾ ഇറങ്ങിപ്പോട്ടോ. അപ്പോൾ ഈ കോട്ടയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഷെരീഫാക്ക് വിവരിച്ച് തരുന്നുണ്ട് ഈ കോട്ടയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. ആ കാണുന്നത് താഴെ പള്ളിയാണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെയുണ്ട് ഒരു പുരാതന പള്ളിയും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ നമുക്ക് കാണാം, പോയി നോക്കാം. നമുക്ക് പേടിക്കണം, ഒരുപാട് പാമ്പോ തേളോ മറ്റൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇവിടെ. കാരണം ഇത് പ്രത്യേകിച്ച് ഇവിടെ ആരും ഇത് നോക്കാനോ അല്ലെങ്കിൽ ഇതിനൊന്നും പറഞ്ഞു തരാനോ ആരുമില്ല. നമ്മളവിടെ പോവുക, നമ്മളൊക്കെ കണ്ടു പോരുക, അത്രേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കാനാണ് ഷെരീഫാക്ക പറഞ്ഞതിന്. ശ്രദ്ധിക്കാനാണ്. തല മുട്ടും കല്ലുമേ, തല പൊളിയും, ചോര വരും, നട്ടുച്ചയാണ്. കണ്ടോ, 59ാമത്തെ റൂമാണ് ഈ കാണുന്നത് പറഞ്ഞത്. അവിടെയൊക്കെ നമ്പർ ഇട്ടുണ്ട്. ഏകദേശം 100 റൂം നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ കോട്ടയിലും കാണാനുണ്ട്. മയമാലാക്കും പറഞ്ഞതിനുണ്ട്. മയമാലൊക്കെ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് പോയതാണ്. അതാണ് മയമാലൊക്കെ ഇത്ര വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞുതരാൻ കഴിയുന്നത്. ഞാനും മുൻപ് ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെയൊക്കെ കൂടെ. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, എന്തായാലും ഇതിൻ്റെയൊക്കെ ഹൈറ്റ്. അത് നമ്മൾ ഈ കല്ല് വെച്ചാണോ, ചെറിയ പാളിക്കല്ലുകൾ കട്ടിക്ക് വെച്ചിട്ടുണ്ടാക്കിയ കോട്ടയാണത്. അന്ധകാലത്തുള്ള വീട്. ഇവിടെ ആര് താമസിച്ചു എന്നുള്ളതിനെ പറ്റിയൊന്നുമില്ല വിവരങ്ങളോ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. ഒരു പക്ഷേ ഗൂഗിളിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വിശദ വിവരം നമുക്ക് അറിയാൻ കഴിയും. അവിടെ ചെന്ന് കഴിഞ്ഞാലും താഴേക്ക് നോക്കുമ്പോൾ കൃഷികളാണ്. തൊട്ടടുത്തൊക്കെ നമുക്ക് മുന്തിരിത്തോട്ടങ്ങളാണ് കാണാൻ കഴിയുന്നത്. തായിഫിലെ മുന്തിരി സൗദിയിൽ പ്രശസ്തമാണ്. കാരണം നല്ല മധുരമുള്ള മുന്തിരികളാണ്. കണ്ടില്ലേ, ഈ കാണുന്നതൊക്കെ വീടിൻ്റെ ഈ കോട്ടയുടെ ഓരോ ഭാഗങ്ങളാട്ടോ. കോട്ടയ്ക്ക് എന്താ വെച്ചാൽ മുകൾ ഭാഗത്ത് ഇപ്പോൾ ഒന്നുമില്ല, ഒക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താവാനായിട്ടുണ്ട്. ഇതാണ് ഈ കാണുന്നതാണ് പള്ളി. അന്ന് അവിടെ ജുമാ നിസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ള തെളിവാണ്. അങ്ങനെ മയമാലൊക്കെ അതിൻ്റെ മുകൾക്ക് കയറിപ്പോകുന്നുണ്ട്, മെമ്പറിൻ്റെ മുകൾക്ക്. മയമാലൊക്കെ ഇന്നത്തെ ഇമാമാവോ അള്ളാഹു ആലം. ഇത് നമുക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്. ഇതിന് ശബ്ദവും കാര്യങ്ങളൊക്കെ ഷെരീഫാക്ക വിശദ വിവരം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ മൈക്ക് ഓഫായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി. ഇവിടെയും മറ്റേ കാതിക്ക് നിൽക്കാൻ ഖുതുബോധാനുള്ള സ്ഥലമോ കാര്യങ്ങളോ എന്തൊക്കെയാണ് സംശയമുണ്ട്. അത് നമ്മൾ പുറത്ത് ഇമാമ നിൽക്കുന്ന സ്ഥലം. നമ്മൾ നേരത്തെ കണ്ട പള്ളി, മുൻപൊരു കോട്ട കണ്ടില്ലേ, ആ കോട്ടയിലെ പോലെ തന്നെ ഇവിടെയും പള്ളി കാര്യങ്ങളൊക്കെ മാഷാ അല്ലാഹ് വലിയ പള്ളിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് കോട്ടയിലേക്ക് വെളിച്ചം വരാനും കാറ്റ് വരാനുള്ള ജനവാതിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്.
അപ്പോൾ ഈ കോട്ടൻ്റെ ഈ പള്ളീൻ്റെ പല ഭാഗത്തും നോക്കിയാൽ നമുക്ക് ഇതേപോലെ വീണ്ടും റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ശരി, എന്തൊക്കെയാണ് പറയുന്നുണ്ട്. അങ്ങനെ ഞാനും തന്നെ ക്യാമറ കൈമാറി അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി നിന്നു. അപ്പോൾ ഇമാമ് ഒരു പക്ഷേ ഖുതുബ നിർവഹിച്ച സ്ഥലം ഇതായിരിക്കാം. പുറത്തായിരുന്നു നിസ്കാരവും കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെന്താ, ഇതൊരു പക്ഷേ ഇതപ്പുറത്ത് ലേഡീസ് നിസ്കരിക്കുന്ന സ്ഥലം കേട്ടോ. ഇതും പള്ളിയുടെ ഭാഗം തന്നെയാണ്. തൊട്ടപ്പുറത്തെ റൂം ലേഡീസ് നിസ്കരിക്കാനുള്ളതാണ്. അങ്ങനെ ബാക്കിയുള്ള ആളുകളൊക്കെ താഴത്തൊക്കെ പോയി വരുന്നുണ്ട്. എല്ലാവരും കോട്ടയുടെ എല്ലാ ഭാഗങ്ങളും കണ്ട് അവരുടെ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ജോലി അപ്പോൾ ആർക്കോ വിളിച്ച് ഫോൺ ചെയ്യാണ്. അങ്ങനെ ഞാനും തന്നെ ഒന്നും നോക്കിയില്ല, ആ മെമ്പറിൻ്റെ മുകളിലേക്ക് ഞാനും കയറി. ആഗ്രഹമുണ്ട് എനിക്കും ഇവിടെ കയറിയിട്ടൊരു പ്രസംഗം നടത്താൻ. എന്തൊക്കെയാണ് ഞാനും പറയുന്നുണ്ട്, ബാക്കിയുള്ളവരൊക്കെ കേട്ട് ചിരിക്കുന്നുണ്ട് അവിടെ. അങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് ഞാനും താഴോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ റഷീദും ഷിയാബാക്കിയും മൈമാലൊക്കെ ഇതിനെപ്പറ്റിയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷീദ് തള്ളി വീണുകൊണ്ട് താഴത്ത് പോയിട്ട് എന്തൊക്കെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണത്. അപ്പോൾ ഈ കോട്ട ഇതേപോലൊരു മലൻ്റെ മുകളിലാട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പരന്ന് പിടിച്ച് കിടക്കുകയാണ്. എന്തോ ഇവിടുത്തെ ഗവൺമെൻറ് ഇതിന് വേണ്ട രീതിയിലുള്ള പരിഗണന കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഭാവിയിലേക്കും ഇതുപോലെ കാണാൻ കഴിയും. ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് വരാനും ഇത് കാണാനുള്ള അവസരം ഉണ്ടാവും. ഇപ്പം എന്തായാലും ഇവിടുത്തെ ഗവൺമെൻറ് എല്ലാ ഭാഗത്തും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വിശദ വിവരണം നമുക്ക് QR കോഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് ഞങ്ങളുടെ സിയാറത്ത് നടക്കാൻ പോകുന്നത്. ആ പള്ളിയുടെ അടുത്തേക്കുള്ള വഴി എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രവേശിക്കാം. ഇത് സ്വഹാബികളുടെ ഖബർസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. റസൂലടക്കം ആദരിച്ചിരുന്നേ. മേലങ്കി എടുത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ കടന്നു വന്നപ്പോ ഒച്ചണ്ടാക്കണ്ട. എവിടെ നിസാറിനെ അറിയുള്ളൂ. ഇവിടെ എവിടെയുള്ളൂ പള്ളി, അപ്പുറത്ത് പള്ളി ഉണ്ട്, അത് നോക്കാം. ഇത് എവിടെ നിസാറേ? അത്തിപ്പായിട്ട് ആയിട്ടില്ല. തളവ എവിടെയില്ല. നിസ്കരിക്കുന്ന സ്ഥലം. റഹ്മാനി വന്നോട്ടെ, മൂപ്പര് പറയും. വേറെ ഉണ്ടല്ലേ? സഹാബിയുടെ സഹാബി സലാം പറഞ്ഞോളൂ. റഹ്മാനിയുടെ റഹ്മാനിക്കും യാദാറ ഖൗമി മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അസ്സലാമു അലൈക്കും യാ അസ്ഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും യാ ജദീർ ബിനു അബ്ദുല്ലാഹി അൽ-ബുജലി റളിയല്ലാഹു അൻഹു. അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമി മുഅ്മിനീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. ഇതാണ്
സഹാബാക്കളുടെ കൂട്ടത്തിൽ പ്രമുഖരായിട്ടുള്ള ബഹുമാനപ്പെട്ട ജരീർ ബിൻ അബ്ദുല്ലാഹിൽ ബുജലി തങ്ങളവരുടെ മക്ബറ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പള്ളിയുമാണിത്. അദ്ദേഹം ഹിജറ 10-ാം വർഷമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. മഹാനവറുകൾ സഹാബാക്കളുടെ കൂട്ടത്തിൽ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മസ്ഹത്ത് മലിക്ക് എന്നാണ്. ഒരു മലക്കിന്റെ തലോടലേറ്റ ഒരു സഹാബി എന്ന വിശേഷണത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ജരീർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സ്ഥലം ബനി മാലിക്കിലെ ഈ ഒരു പ്രദേശമായിരുന്നു. ഹിജറ 10-ാം വർഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ അദ്ദേഹത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രതിമയെ, അവർ ആരാധിക്കുന്ന ബിംബത്തെ തകർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ അയക്കുകയും അതൊക്കെ തകർത്ത് പരിശുദ്ധമാകപ്പെട്ട ദീനിന് ഒരുപാട് സേവനങ്ങൾ ചെയ്തൊരു വ്യക്തി കൂടിയായിരുന്നു മഹാനവറുകൾ. അതുമാത്രമല്ല, ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിലേക്ക് അദ്ദേഹം വരുമ്പോൾ ആ ഒരു ഭാഗത്ത് സ്ഥലം ഒഴിവില്ലായിരുന്നു. ഇരിക്കാനുള്ള സ്ഥലം ഒഴിവില്ലാത്തതിന്റെ പേരിൽ റസൂൽ തന്റെ റിദാ, തന്റെ തലയിക്കെട്ട് എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് എറിഞ്ഞു കൊടുക്കുകയും അതിന്മേലിരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്ത ഒരു മഹാനായ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ജരീർ റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഈ ഖബർ നിലകൊള്ളുന്ന സ്ഥലം നമ്മൾ സന്ദർശിച്ചത് നമ്മിൽ നിന്നും കബൂലാക്കട്ടെ. അവരോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം നാളെ ജന്നാത്തുൽ നഈമിൽ ഒരുമിക്കാൻ നമുക്ക് എല്ലാവർക്കും പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ കല്ലൊക്കെ നോക്കി നിങ്ങള്, ഇപ്പൊ അന്നത്തെ കാലത്തെ ലിൻഡലാണോ എന്താണ് ഇപ്പൊ? അന്നത്തെ കാലത്തെ നമ്മളിപ്പോ കണ്ട 4-ാം നിലയുടെ താഴത്തെ നിലയാണിത്. അതിന്റെ വാതിലാണിത്. അതിലേക്കുള്ള റൂമാണിത്. ആ റൂമിന്റെ ഉള്ളിൽ മുട്ട് കൊടുത്തൊക്കെ ഉണ്ടോ, വലിയ വലിയ മരങ്ങള്. പിന്നെ അതേമാതിരി ഇതതിന്റെ ഗിൻഡിലാണ്. നമ്മളിപ്പോ കമ്പിയൊക്കെ ഇട്ട് വാർക്കണത് ഒന്നായിട്ട് കല്ല് വെച്ചിട്ടാണ്. അന്ന് കമ്പിക്ക് കമ്പിക്ക് വെച്ചിട്ട് കമ്പിക്ക് ഇല്ലാത്തതിന് പകല് അപ്പുറത്ത് മരം വെച്ചിട്ട് ഫുള്ള് കല്ലാണല്ലേ. ഹൈറ്റ് 4-ാമത്തെ ഇത് ഏറ്റവും അടിയത്തെ നിലത്തെ വാതിലാണിത്. ഇത് റൂമാണ്. കൃഷി സാധനങ്ങളോ അല്ലെങ്കിൽ ഇതൊക്കെ സാധനങ്ങളും ഇതൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട്. ഉള്ളിക്ക് കിടക്കാൻ കഴിയില്ല സാധനങ്ങൾ കൊണ്ട്, മനസ്സിലായില്ലേ? ഇതങ്ങോട്ട് അല്ല, ഇങ്ങോട്ടൊരു പിന്നെ കോണിപ്പടി ഉണ്ട്. ഇതിലെങ്ങനെ കോണിപ്പടി മുകളിൽ കയറി പോവാ. അപ്പൊ ഇതിന് 2, 3, 4 ഭാഗങ്ങളിലായിട്ട് 10 ചിലപ്പോ അല്ല 3, 4 ഭാഗത്തുണ്ട് കോണിപ്പടികളുണ്ട് ഇതിന്. ഒരു കോണിപ്പടി അപ്പൊ നമ്മൾ കയറി ഇറങ്ങിയത് അടിയത്താണ്. അന്നത്തെ വീട് എഞ്ചിനീയർമാരൊക്കെ, അതെ, എഞ്ചിനീയർമാരൊക്കെ അപ്പുറത്ത് നിൽക്കും തീർച്ചയായിട്ടും. വേറെ വൈഫാണ്. എവിടെ നിക്കണങ്ങളൊക്കെ വേറെ വൈബ് തന്നെ. ഭക്ഷണമൊക്കെ ഉണ്ടായി കൊടുത്താണ്ട് ഒഴിഞ്ഞ സ്ഥലത്ത് ഉത്തരം തിന്ന അല്ലെ, നമുക്ക് അവിടെ പോണ്ടേ? എന്താണതൊക്കെ നല്ല ബിരിയാണി. ലത്തീഫിന്റെ ബിരിയാണിയാ? അൽഹംദുലില്ലാ, ഭക്ഷണത്തിന് ശേഷം വീണ്ടും യാത്ര പുറപ്പെട്ടു. അങ്ങനെ അൽബഹ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, പ്രകൃതിരമണീയമായൊരു സ്ഥലം. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.